ഫൈസൽ തുടരുന്നുണ്ട്. ഫൈസൽ, ഇപ്പോൾ 4 മരണം സ്ഥിരീകരിക്കുകയാണ്. സ്പോട്ടിൽ നിന്ന് നേരത്തെ കിട്ടിയത് മൃതദേഹമാണ്, മരിച്ചു എന്ന സ്ഥിരീകരണം കൂടി മെഡിക്കൽ ടീമിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. ഇനിയിപ്പോൾ 6 പേരെയാണോ കണ്ടെത്താനുള്ളത്? ഇപ്പോൾ സമയം വൈകുന്തോറും കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഇരുട്ട് വരും, സന്ധ്യയാകും. അപ്പോൾ ഇത് തെരച്ചിൽ കുറച്ചുകൂടി ദുഷ്കരമായിരിക്കില്ലേ? അതിന് മുൻപായി ദ്രുതഗതിയിൽ പരമാവധി ആളുകളെ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ പുറത്തെടുക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത്? ദിവ്യ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വൈകിയാൽ ഒരുപക്ഷെ ഇരുട്ടായി കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരിക്കും, കാണാത്ത ഒരു പ്രശ്നമുണ്ടാവും. പിന്നീട് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതൊക്കെ സാധ്യമാവുന്ന കാര്യമായിരിക്കില്ല. കാരണം മണ്ണിനടിയിൽ ആളുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അതൊക്കെ മറ്റു തരങ്ങളിലേക്കൊക്കെ കടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ വൈകാതെ തന്നെ ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ മണ്ണിലടിയിൽ പ്പെട്ട ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് രക്ഷാപ്രവർത്തകരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിന് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുന്നത്. ഒരു ഭാഗത്ത് അപ്പുറം കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കുന്ന രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് മേപ്പാടിയിൽ ക്യാമ്പുകൾ തുറക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുന്ന ഒരു സംവിധാനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണ സജ്ജമായിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നേരത്തേക്ക് നമ്മൾ പറയുന്നത് പോലെ മിസ്സിംഗ് ആയ ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ ദിവ്യ പറഞ്ഞു, 4 ഭാഗങ്ങളിലേക്കായാണ് ഈ മണ്ണ് തെറിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗങ്ങളിലേക്കൊക്കെ ഏതെങ്കിലും ആളുകൾ പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ ദുഷ്കരമായ ഒരു കാര്യമാണ്. അതൊക്കെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതിനാവശ്യമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫൈസൽ, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ മറ്റിടങ്ങളിൽ നിന്നുള്ളവരാണല്ലോ കൂടുതൽ പേരും ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ വിവരങ്ങൾ ശേഖരിക്കുക എന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണല്ലോ. തീർച്ചയായും ദിവ്യ, അത്തരത്തിലുള്ള ആശങ്കയൊക്കെ ഉണ്ട്. പക്ഷേ ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാകുമ്പോൾ അവരുടെ കയ്യിൽ ആ കണക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തുന്നുമുണ്ട്, അത് എടുക്കുന്നുമുണ്ട്. ഇനി നേരത്തെ നമ്മൾ കണ്ടു ബീനാച്ചി എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന 2 തൊഴിലാളികളാണ് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരം കണക്കുകൾ ഒരു പക്ഷേ ലഭിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രയാസകരമായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. ഇനി പുറമേ നിന്നുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടത്. അത് മാത്രമല്ല, ഇതൊരു വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖലയാണ്. 900 കണ്ടി, സൂചിപ്പാറ, അട്ടമല, ഗ്ലാസ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള മേഖലയിലേക്കൊക്കെ തന്നെ ദിവസവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളൊക്കെ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. ആ കണക്ക് വെച്ചാണ് ഈ തൊഴിലാളികളുടെ ഈ ഒരു കണക്ക് വെച്ചുകൊണ്ടാണ് ഇനി നമുക്ക് 6 പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുമുണ്ട്. ഒരു ഭാഗത്ത് പൂർണ്ണമായിക്കൊണ്ട് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലും നടക്കുന്നുണ്ട്.